അജിത മാഡം ഇപ്പോൾ തയ്യാറാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിചാരിക്കരുത്, പറഞ്ഞതിനോട് പൂർണ്ണമായ യോജിപ്പാണ്. ഇങ്ങനെ ചില വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ അത് വളരെ വിഷ്യസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിയമം കൊണ്ട് തന്നെ നിയമത്തെ തകർക്കുക, നിയമവ്യവസ്ഥയെ തകർക്കുക എന്നുള്ള ആ ഒരു കളി ഇവര് ഭരണത്തിൽ കയറിയ അന്ന് മുതൽ, കാശ്മീരിനെ തകർത്തത് മുതൽ കളിക്കുന്ന കളിയാണ്. ജനാധിപത്യം തന്നെയാണ്, അതിന്റെ കടയ്ക്കൽ കത്തിവെക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയെ അവരുടെ കയ്യിൽ ഒതുക്കുക, സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ കയ്യിൽ ഒതുക്കുക, എന്നിട്ട് അവർക്ക് തോന്നുന്ന ഹിന്ദുത്വ ഭരണം, എന്ത് ഭരണമായാലും ഫാഷിസ്റ്റ് ഭരണം ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക. ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ മുകളിലുള്ള ഈ കടന്നുകയറ്റം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും മാരകമായിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളം ഈ കോവിഡ് കാലവും വരൾച്ചക്കാലവും വെള്ളപ്പൊക്കത്തിന്റെ കാലവും പ്രളയകാലവും ഒക്കെ കടന്നു പറ്റിയത് ഈ റേഷനിങ് സമ്പ്രദായത്തിലൂടെയാണ്. പാവങ്ങൾ ഈ അരി കൊണ്ട് മാത്രം ജീവിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവങ്ങളുണ്ട് കേരളത്തിൽ. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ശരിക്കും. ഇത് PDS സിസ്റ്റത്തിന്, അതായത് റേഷനിങ് സമ്പ്രദായത്തിനുള്ള ഈ മാരകമായ അടി അത് നമ്മൾ എല്ലാവരും എതിർക്കേണ്ടതാണ്. കർഷകരുടെ മാത്രം പ്രശ്നമല്ല, മൊത്തം ജനങ്ങളുടെ പ്രശ്നമാണിത്. നമ്മുടെ ഭക്ഷണത്തിന് മുകളിലാണ് ഇവർ കളിക്കുന്നത്. അത് ഈ കോർപ്പറേറ്റുകൾക്ക് നമ്മളെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം അവർ വിട്ടുകൊടുക്കുകയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഇവരെ ആശ്രയിച്ച്, കോർപ്പറേറ്റുകളെ ആശ്രയിച്ച് വേണം ഇനി മുതൽ എന്നുള്ളതാണ് ഈ 3 നിയമങ്ങളിലൂടെ അവർ നമ്മുടെ സ്ഥലത്തിന്മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് പിൻവലിക്കുക എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്, ഈ കർഷകരുടെ മാത്രം ആവശ്യമല്ല, മൊത്തം ജനതയുടെ ആവശ്യമാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റവും കൂടുതൽ അതിന്റെ നന്മ, അതായത് PDS സിസ്റ്റത്തിന്റെ നന്മ അനുഭവിച്ചവരാണ്. എനിക്ക് തോന്നുന്നില്ല മറ്റു ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയും നല്ല രീതിയിൽ PDS സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന്റെ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഈ സമരത്തെ സർവാത്മന പിന്തുണച്ച് ഇതിനോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന, നമുക്ക് ശരിക്കും ഇത്തരത്തിൽ കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി വർക്ക് ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ച് ഒരു കോസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നന്നാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് കേരള നിയമസഭയോട് ഈ 3 നിയമങ്ങൾ പിൻവലിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ വേണ്ടി ഒരു നിവേദനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പേരിട്ടില്ല ഗ്രൂപ്പിന്, ഡൽഹി ചെലോ ഐക്യദാർഢ്യ സമിതി ഒക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒരുപാട് PT ജോൺ, സുബ്രഹ്മണ്യൻ തുടങ്ങിയ പ്രവർത്തകരൊക്കെ അതിന്റെ കൂടെ ഉണ്ട്. CR നീലകണ്ഠൻ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും അതിലുണ്ട്, സാറ ടീച്ചറും KR മേരിയും അവരൊക്കെ ഇതിനോടൊപ്പം പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഖദീജ മുംതാസ്, ഇങ്ങനെ കുറെ പേര് ഈ ഗ്രൂപ്പില് അംഗമായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ കേരള മുഖ്യമന്ത്രിയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായ നിയമസഭ സ്പെഷ്യൽ മീറ്റിംഗ് ചേർന്ന് ഈ 3 നിയമങ്ങൾ പിൻവലിക്കണമെന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെടണം എന്നാണ്. നമ്മുടെ നിയമസഭ ജനുവരി 8-ാം തീയതി കൂടാൻ പോവാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ അതിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, 18 ദിവസത്തോളം ഉണ്ട്. കർഷക സമരം ഇപ്പം തന്നെ ഓൾറെഡി 20-21 ദിവസമായി. അവർ ഈ കൊടും തണുപ്പിലാണ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും കഴിഞ്ഞു കൂടുന്നെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സമരം പൊളിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നരേന്ദ്രമോദിയും അമിത്ഷായും. അപ്പം അതിനിടയ്ക്ക് ഓരോ ദിവസവും വളരെ വൈറ്റലാണ്, നിർണായകം. അപ്പോ കേരള നിയമസഭയ്ക്ക്, ഇന്ത്യയിൽ തന്നെ 3 നിയമസഭകൾ ഇത്തരം ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. 3 നിയമങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട്. ഒന്ന് പഞ്ചാബ്, ഒന്ന് രാജസ്ഥാന്, ഒന്ന് ജാർഖണ്ഡോ ഛത്തീസ്ഗഡോ ആണ്, ഇത് നല്ല ഓർമ്മയില്ല. ഏതായാലും ഇനിയും നമുക്കതൊരു ടെമ്പോ, 4ാമത്തെ കേരളമാണെങ്കിൽ പിന്നെ അടുത്ത സംസ്ഥാനത്തിന് ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊരു ടെമ്പോ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഒന്നിച്ചാണല്ലോ നിൽക്കുന്നത്.
വലതുപക്ഷം എന്ന് പറഞ്ഞാൽ UDF LDF ഒക്കെ ഈ ഒരു ഡിമാൻഡിന് ഒന്നിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പം നിയമസഭ ചേരുന്നതിന് ശരിക്കും തടസ്സം ഉണ്ടാകാൻ പാടില്ല. മുഖ്യമന്ത്രിക്കുള്ള കത്ത് ഞങ്ങൾ സ്പീക്കർക്കും അയച്ചിട്ടുണ്ട്. പിന്നെ കാനം രാജേന്ദ്രൻ അവരെ UDF LDF മെമ്പേഴ്സിനൊക്കെ അയച്ചിട്ടുണ്ട്, അവർക്കൊക്കെ അയച്ചിട്ടുണ്ട്. പല UDF നേതാക്കളെയും ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതിനൊരു ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ റേഷനിങ് ഇപ്പൊ ഈ കമ്മിറ്റിയുടെ തീരുമാനം എന്താ വെച്ചാല് എല്ലാ റേഷൻ ഷോപ്പിന്റെയും മുന്നിലും ഒരു ബോർഡ് വെച്ച് ഒപ്പുശേഖരണം, ജനങ്ങളുടെ ഒപ്പുശേഖരണം, ഈ PDS സംവിധാനം നിലനിൽക്കണം എന്നുള്ള രീതിയിൽ ഈ 3 പിൻവലിക്കണം മുഖ്യമന്ത്രിക്കുള്ള കത്തില് അവരെ കൊണ്ട് ഒപ്പിടിക്കുക എന്നൊക്കെയാണ് തീരുമാനം. പലതരത്തിലുള്ള നല്ല നല്ല തീരുമാനങ്ങളുമായിട്ട് ഈ കമ്മിറ്റി മുന്നോട്ട് വരുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള ജനങ്ങളായിട്ട് വളരെ സജീവ ബന്ധമുള്ള കുറെ ആക്ടിവിസ്റ്റുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്കൊന്ന് ഈ ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനും കേരള മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടൂടെ ഈ 3 നിയമങ്ങൾ പിൻവലിക്കണമെന്നും. ഈ കൃഷി എന്നുള്ളത് നമ്മുടെ വകുപ്പാണ്, സംസ്ഥാന വകുപ്പാണ്. ഈ ഫെഡറൽ സിസ്റ്റത്തിന് എന്തിനാണ് ഇവരിങ്ങനെ കൈകടത്തുന്നത് എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന് എടുക്കാവുന്ന ഒരു നിലപാടാണ്. ഇപ്പോ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇതിന് അനുകൂലമായതുകൊണ്ട് അത് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവരും കൂടി അതുകൊണ്ട് എല്ലാവരോടൊപ്പം, ഈ ജനങ്ങളോടൊപ്പം ഇത്തരത്തിലുള്ള നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരു കൂട്ടായ സമരം ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നാവുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഈ ക്യാമ്പയിൻ, ഈ എന്താ ടെമ്പോ, എന്താണ് നോർത്ത് ഇന്ത്യയിലുള്ള ഈ ടെമ്പോ, ഡൽഹിക്ക് അടുത്തുള്ള ഈ ടെമ്പോ കേരളത്തിലും ഉണ്ടാക്കി കൊണ്ടുവരണം. തെരഞ്ഞെടുപ്പിന്റെ കുറെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നത് കൊണ്ട് കുറെ ദിവസങ്ങൾ അങ്ങനെ പോയി. ഇനിയെങ്കിലും നമുക്ക് ആ ടെമ്പോ ഉയർത്തി കൊണ്ടുവരണം. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി കേരളം തല ഉയർത്തി നിൽക്കണം. കേരളം ഈ ഐതിഹാസിക സമരത്തിൽ പുറകോട്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാൻ. ഞാന് എൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ നമ്പർ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ പറയാം, ഇതിൽ തന്നെ പറയാം. 9349 127426 127426 9349 നിങ്ങള് ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പോവാണ്, എന്നാലും യു കൻ ഓൾവേസ് കോണ്ടാക്ട് മീ ഇൻ വാട്സാപ്പ് ഓർ യു കൻ ഓൾവേസ് കോൾ മീ ബൈ ഫോൺ.